ഇനി രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇനി ആർക്കെങ്കിലും അങ്ങനെ നിസ്കരിക്കണമെങ്കിൽ അത് രണ്ടാമത്തെ വിഷയമാണ്. ഇങ്ങനെ ഒരാൾ വിത്തറാക്കി, ആ ഇമാമിനെ പിന്തുടർന്ന് അയാൾ പൂർത്തിയാക്കിയ തറാവി നമസ്കാരം നിർവഹിച്ചു, ഇങ്ങനെ വിത്തറാക്കിയാൽ പിന്നീട് അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഇത് രണ്ടാമത്തെ വിഷയം. അയാൾക്ക് നിസ്കരിക്കാം എന്നുള്ളതാണ്. അയാൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നിസ്കരിക്കുക എന്നുള്ളത് ജായിസാണ്. വിത്തറിന് ശേഷം ഒരാൾ രാത്രി എഴുന്നേറ്റു, ഇമാമിന്റെ കൂടെ ഒരാൾ വിത്തറാക്കിയിട്ട് വന്നതാണ്, വീട്ടിൽ വന്നു. അയാൾക്ക് ഫജറിന് മുമ്പ് അയാൾ എഴുന്നേറ്റു, അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും സമയത്ത് അയാൾ എഴുന്നേറ്റു. അയാൾക്ക് വേണമെങ്കിൽ നിസ്കരിക്കുക എന്നുള്ളത് ജായിസാണ്. രണ്ട് വീതമായിട്ട് രണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് ജായിസാണ്. അത് ഹറാമല്ല, അത് വിദേഹത്തല്ല. അപ്പോ വിത്തറിന് ശേഷം നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് തെറ്റിദ്ധാരണ നമുക്ക് വേണ്ടാന്നർത്ഥം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? വിത്തറിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ രാത്രി നിസ്കാരത്തിൽ അവസാനത്തിൽ നിങ്ങൾ വിത്തറാക്കണം, ഒറ്റയാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിന് എതിരാവില്ല. അത് ഹദീസിനെതിരാവില്ല. അതിനെ സംബന്ധിച്ച് അഹ്ലുൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള ഹദീസിന് അത് എതിരല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ 2 റക്അത്ത് വീതം നിസ്കരിക്കുന്നത് ജായിസാണ് എന്നുള്ളതിന്റെ തെളിവെന്താ? ഒന്നിലധികം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് വന്നിട്ടുള്ള ഹദീസ്. ആ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, കാന യുസല്ലി സലാസ റക്അത്തൻ, 13 റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. യുസല്ലി സമാനി റക്അത്തിൻ, 8 റക്അത്ത് നിസ്കരിക്കും. സുമ്മ യൂത്തിറു, പിന്നെ വിത്തറാക്കും. അങ്ങനെ 13. സുമ്മ യുസല്ലി റക്അത്തൈനി വഹുവ ജാലിസുൻ, അതിനുശേഷം ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിക്കും. ഇത് വിത്തറിന് ശേഷമാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് മുസ്ലിമാണ്, മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ളതാണ്. വിത്തറിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് ഇരുന്നു കൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഒരു ഹദീസ്. രണ്ടാമതൊരു ഹദീസ് സൗബ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസ്. ആദ്യം പറഞ്ഞത് മുസ്ലിമിന്റെ റിപ്പോർട്ട്. ഇത് സുനനുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. സൗബ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസ്. അതില് കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദ സഫറ ജഹദുൻ വസിഖലുൻ, യാത്ര എന്നുള്ളത് ക്ലേശമാണ്, പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഫൈദ ഔത്തറ അഹദുക്കും ഫൽയർക റക്അത്തൈൻ, നിങ്ങൾ ആരെങ്കിലും വിത്തറാക്കുകയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ആരെങ്കിലും വിത്തറാക്കുകയാണെങ്കിൽ, വിത്തറാക്കിയാൽ 2 റക്അത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ. ഫൈനിസ്തൈഖല, ഇനി അവൻ ഉണരുകയാണെങ്കിൽ ഇല്ലാ കാനത്താലഹു, ഇല്ലെങ്കിൽ ആ 2 റക്അത്ത് അവന് മതി. എന്താണ് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം? യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മര്യാദ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാത്ര എന്നുള്ളത് വളരെയധികം പ്രയാസകരമാണ്. അപ്പൊ എന്ത് ചെയ്യട്ടെ? ആരെങ്കിലും വിത്തറാക്കുകയാണെങ്കിൽ 2 റക്അത്ത്, അതായത് ഉറങ്ങുന്നതിന്റെ മുമ്പ്. ചിലപ്പോൾ എന്താണ്, യാത്രയിലാകുമ്പോൾ രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേൽക്കാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പൊ ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്തറാക്കുകയാണെങ്കിൽ അതിനുശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. ഇനി അവന് ഉണർന്ന് എണീറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ എന്തായി? നൂറുൻ അലാ നൂർ, അവന് 2 പ്രതിഫലമായി. ഇനി അവസാന ഭാഗത്ത് അവൻ ഉണർന്ന് എണീറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ അവനെന്താണ്? അത് വെളിച്ചത് പ്രകാശത്തിനുമേൽ പ്രകാശമായി. ഇനി അവന് അവസാന ഭാഗത്ത് ഉണരാൻ അവന് കഴിഞ്ഞിട്ടില്ലെങ്കിലോ? എങ്കിൽ അവൻ ആ ആദ്യം നിസ്കരിച്ച വിത്തറിന് ശേഷം നിസ്കരിച്ചിട്ടുള്ള 2 റക്അത്ത് അവന് മതി. ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം, പിന്നെ പകരമായിട്ട് ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം അവന് കിട്ടും. ഇതാണ് ഹദീസിലുള്ളത്. അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ തന്നെ എന്താണ്? അവൻ ആദ്യം നിസ്കരിച്ചിട്ടുള്ള ആ വിത്തറും ആ 2 റക്അത്തും മതി. അതോടുകൂടിയിട്ട് എന്തായി? അവൻ ആ രാത്രി നിസ്കരിച്ച പ്രതിഫലം അവന് കിട്ടി എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി സ്വഹിയാക്കിയിട്ടുണ്ട്, ഇബ്നു ഖുസൈമ സ്വഹിയാക്കിയിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഈ ഹദീസിന് എന്ത് കിട്ടി? വിത്തറിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് കിട്ടി. ഇതേപോലെ തന്നെ തുൽഖ് ബിൻ അലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസ്. ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, സാറന തുൽഖ് ബിൻ അലി. തുൽഖ് ബിൻ അലി സ്വഹാബിയാണ്. അദ്ദേഹം ഞങ്ങളെ സന്ദർശിച്ചു. ഫിയോമിൻ മിൻ റമദാന, റമദാനിലെ ഒരു ദിവസം. വംസ ഇന്ധന അഫ്തറ, അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. വൈകുന്നേരമായി, നോമ്പ് തുറക്കുന്ന സമയമായി. അദ്ദേഹം നോമ്പ് തുറന്നു. സുമ്മ ഖാമ ബിന അല്ലൈല, അങ്ങനെ അദ്ദേഹം രാത്രി ഞങ്ങൾക്ക് ഇമാമായിട്ട് നിന്നു, ഞങ്ങളുമായിട്ട് നിസ്കരിച്ചു. ഔത്തറ ബിന, ഞങ്ങളെ കൊണ്ട് അദ്ദേഹം വിത്തറാക്കുകയും ചെയ്തു. തുൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ വിത്തറാക്കി. സുമ്മൻ ഹദറ ഇലാ മസ്ജിദിഹി, അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെ പള്ളിയിലേക്ക് പോയി. ഫസല്ല ബി അസ്ഹാബിഹി, അവിടെയുള്ള ആളുകൾക്ക് അദ്ദേഹം ഇമാമായിട്ട് നിസ്കരിച്ചു. ഇവിടെ വിത്തറാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ പിന്നെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള പള്ളിയിൽ അവർക്ക് ഇമാമായിട്ട് നിസ്കരിച്ചു. അങ്ങനെ ഹത്താ ഇദാ ബഖിയൽ വിത്റു, അങ്ങനെ വിത്തറായപ്പോ ഖദ്ദമ റജുലൻ, അദ്ദേഹം ഒരാളെ മുന്നിലേക്കാക്കി. ഇമാം നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഫഖാൽ, എന്നിട്ട് അയാളോട് പറഞ്ഞു, ഔത്തിർ ബി അസ്ഹാബിക, നിന്റെ ആളുകളെയും കൊണ്ട് നീ വിത്തറാക്കി നിസ്കരിച്ചോ. ഫൈനി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ വിത്തറാനി ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ 2 വിത്തർ പാടില്ല. ഒരു രാത്രിയിൽ ഒറ്റ വിത്തറേ പാടുള്ളൂ.
2 വിത്തർ പാടില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂദാവൂദ് നസായിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഈ ഹദീസിൽ ഖൈസ് ഇബ്നു തുൽഖ് പറയാണ്, അദ്ദേഹത്തിന്റെ കൂടെ അയാൾ വിത്തറാക്കിയിട്ടുണ്ട്. ആര്? തുൽഖ് റളിയല്ലാഹു തആല വിത്തറാക്കിയിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്ന് അവർക്ക് ഇമാമായിട്ട് നിസ്കരിച്ചു. വിത്തർ അദ്ദേഹം നിസ്കരിച്ചില്ല. വിത്തറിന്റെ സമയത്ത് അദ്ദേഹം മറ്റൊരാളെ ഇമാമാക്കിയിട്ട് നിശ്ചയിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ദിവസം 2 വിത്തർ പാടില്ല എന്നുള്ളത് പറഞ്ഞു. ഈ ഹദീസിൽ നമുക്കുള്ള തെളിവ് എന്താ? അദ്ദേഹം വിത്തറാക്കിയതിനു ശേഷം നിസ്കരിച്ചു. ഇതാണ് നമുക്കുള്ള തെളിവ്. അവ 3 ഹദീസ് പറഞ്ഞു. ഇനി ഉമ്മു സലമ റളിയല്ലാഹു തആല എന്ന് വന്നിട്ടുള്ള ഹദീസിന് ഞാൻ ഓരോ ഹദീസും വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരാൾക്ക് വിത്തറാക്കിയതിനു ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം? 2 വീതം ആൾക്ക് നിസ്കരിക്കാവുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരാൾ വിത്തറാക്കിയതിനു ശേഷം ഒരാൾ നിസ്കരിക്കുന്നത് ജായിസാണ് എന്നുള്ളതാണ്. അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നീട് അയാൾ നിസ്കാരം വിത്തറാക്കാൻ പറ്റില്ല. അയാൾ 2-2-2 നിസ്കരിക്കണം. പിന്നീട് അയാൾ നിസ്കാരം വിത്തറാക്കരുത്. കാരണം ഈ തുൽഖ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ ലാ വിത്തറാനി ഫീ ലൈലത്തിൽ, ഒരു രാത്രിയിൽ 2 വിത്തർ പാടില്ല എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അയാൾ വിത്തറാക്കരുത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് 2-2 നിസ്കരിക്കാം. ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില വിശദീകരണങ്ങൾ നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയണ, ഇമാം മുസ്ലിമിന്റെ നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഈ 2 റക്അത്തുകൾ ഹാതൈനി റക്അതൈനി ഫഅലഹുമാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ വിത്രി ജാലിസൻ. ഈ 2 റക്അത്തുകൾ വിത്തറിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിക്കാനുള്ള കാരണം ലിബയാനി ജവാസി സ്വലാത്തി ബഅദൽ വിത്ർ, വിത്തറിന് ശേഷം നിസ്കരിക്കുക എന്നുള്ളത് ജായിസാണ് എന്നുള്ളത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബയാനി ജവാസിൻ നഫ്ലി ജാലിസൻ, ഇരുന്നു കൊണ്ട് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്നുള്ളത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് വിശദീകരിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. നവവിന്റെ ഷറഹ് മുസ്ലിമില് ഇതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. ഇനി ഷറഹുൽ മുഹദ്ദബില് നവവി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഇതാ ഔത്തറ, ഒരാൾ വിത്തറാക്കി, അങ്ങനെ വിത്തറാക്കിയതിനു ശേഷം സുമ്മ അറാദ നുസല്ലിയ നാഫിലത്തൻ, അതിനുശേഷം അയാൾ നാഫിലത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ, ഗൈരിഹാ ഫിൽ ലൈലി, അതല്ലാത്ത നിസ്കാരം, അങ്ങനെ സുന്നത്തായിട്ടുള്ള നിസ്കാരം നിർവഹിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ജാസ, അത് അനുവദനീയമാണ്. ബിലാ കറാഹത്തിൻ, കറാഹത്തില്ലാതെ തന്നെ അത് അനുവദനീയമാണ്. വലാ യുഈദുൽ വിത്ർ, അവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അവന് പിന്നീട് വിത്ർ അവൻ ആവർത്തിക്കാൻ പാടില്ല. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് ചില ആളുകൾ പറയാറുണ്ട്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് സിഫത്ത് സ്വലാത്തുൻ നബിയിൽ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ അഭിപ്രായത്തിൽ നിന്ന് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പിന്മാറിയിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ആദ്യം അദ്ദേഹത്തിന്റെ സിഫത്ത് സ്വലാത്ത് അതിന്റെ തഅലീഖ് എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്ത്, വിത്തറിന് ശേഷമുള്ള ഈ 2 റക്അത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്, ഏറ്റവും സൂക്ഷ്മത എന്നുള്ളത് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഷെയ്ഖ് അൽബാനി അഭിപ്രായത്തിൽ നിന്ന് മാറി. എന്നിട്ട് അദ്ദേഹത്തിന്റെ സിൽസിലത്തു സ്വഹീഹയിൽ ഒരു ചർച്ച കൊണ്ടുവരുന്നുണ്ട്. ആ ചർച്ച അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, ഈ 2 ഹദീസുകൾ നമുക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. എന്ത്? ഒന്ന്, നിങ്ങളുടെ രാത്രി നിസ്കാരത്തിൽ അവസാനത്തിൽ നിങ്ങൾ ഒറ്റയാക്കണം എന്ന് പറയുന്ന ഹദീസും, പിന്നെ വിത്തറിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസും നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആ 2 റക്അത്ത് ഒഴിവാക്കലാണ് നല്ലത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയണം, എന്നാൽ വഖദ് തബയ്യന, അദ്ദേഹത്തിന്റെ സിൽസിലത്തു സ്വഹീഹയിൽ അദ്ദേഹം പറയണം, എന്നാൽ ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ മിൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ നിന്ന് അന്ന റക്അത്തൈനി ബഅദൽ വിത്രി ലൈസത മിൻ ഖുസൂസിയാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിത്തറിന് ശേഷമുള്ള ഈ 2 റക്അത്ത് നിസ്കാരം നബിക്ക് മാത്രം ഖാസല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസാണ്, അത് ഖാസല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം അമറഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിമാ ഉമ്മത്തഹു അംറൻ ആമൻ, കാരണം ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് ആമായിട്ടുള്ള കൽപ്പനയാണ്. ആ നേരത്തെ പറഞ്ഞ ഹദീസ് നമ്മൾ പറഞ്ഞല്ലേ, യാത്രയിൽ പറഞ്ഞ ഹദീസ്. അതുകൊണ്ട് ഫകാനൽ മഖ്സൂദു ബിൽ അംരി യജ്അലു ആഖിറ സ്വലാത്തിൽ ലൈലി വിത്റൻ അല്ലാ യുഹ്മിൽ ഈതാറ ബിറക്അത്തിൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ രാത്രി നിസ്കാരത്തിൽ അവസാനത്തത് വിത്തറാക്കണം എന്ന് പറഞ്ഞത് നിർബന്ധ കൽപ്പനയല്ല, പിന്നെന്താണ്? ഇതാണ് അതിന്റെ ഒരു മറുപടി. അവിടെ നിങ്ങളുടെ രാത്രി നിസ്കാരത്തെ നിങ്ങൾ ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത് എന്തല്ല, നിർബന്ധ കൽപ്പനയല്ല. അതെന്താണ്? വിത്തറിന്റെ കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധ കാണിക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫല യുനാഫി ഈ സ്വലാത്ത റക്അത്തൈനി ബഅദഹുമ, അത് 2 ആ വിത്തറിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് ആ ഹദീസ് എതിരല്ല.
കമാ സബത മിൻ ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അംറുഹു, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലും അംറും ഇതിൽ സ്ഥിരപ്പെട്ടതുപോലെ. അപ്പൊ നിങ്ങൾ രാത്രി നിസ്കാരം നിങ്ങൾ ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കണം, നിങ്ങളുടെ അവസാനത്തെ നിസ്കാരം ഒറ്റയായിരിക്കണം എന്ന് പറഞ്ഞ ഹദീസ് എന്തല്ല, ഈ പറഞ്ഞതിനെതിരല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ നിർബന്ധ കൽപ്പനയല്ല, ആ വിത്റാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധ കാണിക്കരുത് എന്നുള്ളതാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചർച്ചയിൽ പറയുന്നത്. അപ്പോൾ അവിടെ ഒറ്റയാക്കാൻ പാടില്ല. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ മറ്റൊരു മറുപടിയാണ്, വിശദീകരണമാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹം എടുത്തുദ്ധരിച്ചു. ഇങ്ങനെ ആളുകൾ, ചില ആൾക്കാര് പിന്നെ അങ്ങനെ നിസ്കാരം പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചതിന് ശേഷം പിന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വസ്സവാബു, ഈ വിഷയത്തിലുള്ള ശരിയായിട്ടുള്ള അഭിപ്രായം, അൻ യുഖാല ഇന്ന ഹാതൈനി റക്അതൈനി തജ്രിയാനി മജ്റ സുന്നഹ വ തക്മീലുൽ വിത്ർ. ഈ 2 റക്അത്ത്, അതായത് വിത്റിന് ശേഷം നിസ്കരിക്കുന്ന ഈ 2 റക്അത്ത് ഉണ്ടല്ലോ, അത് സുന്നത്തിന്റെ സ്ഥാനത്തുള്ള 2 റക്അത്താണ്. അതേപോലെ തന്നെ വിത്ർ നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിസ്കരിക്കുന്ന 2 റക്അത്താണ്. കാരണം ഫൈനൽ വിത്ര ഇബാദത്തുൻ മുസ്തഖില്ല. വിത്ർ എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇബാദത്താണ്. വലാ സിയമായി ഖീല ബി വുജൂബിഹി, കാരണം ചില ആൾക്കാർ ഇത് വാജിബാണെന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ വിത്ർ എന്നുള്ളത് സ്വതന്ത്രമായിട്ടുള്ള ഒരു നിസ്കാരമാണ്. അതുകൊണ്ട് ഫതജിരി റക്അത്താനി ബഅദഹു മജ്റ സുന്നത്തിൽ മഗ്രിബി മിനൽ മഗ്രിബി ഫൈന്നഹാ വിത്റുൻ നഹാർ വറക്അത്താനി ബഅദഹാ തക്മീലുൽ ലഹാ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഏതുപോലെ, മഗ്രിബ് എന്നുള്ളത് പകലിലെ വിത്റാണ്. അത് ഹദീസ് വന്നിട്ടുണ്ട്. മഗ്രിബ് നിസ്കാരം പകലിലെ വിത്റാണെന്ന് ഹദീസ് വന്നിട്ടുണ്ട്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണില്ലേ, അതാ പറഞ്ഞ ഹദീസിനെതിരാണോ? മഗ്രിബ് നമസ്കാരം എന്നുള്ളത് പകലിലെ വിത്റാണ് എന്നുള്ളത് സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. ആ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് സുന്നത്ത്. അപ്പൊ ആ പറഞ്ഞിട്ടുള്ള ഹദീസിനെതിരാണോ? അല്ല. അത് ആ മഗ്രിബ് നിസ്കാരത്തിന്റെ പൂർത്തീകരണമാണ്. അതിന്റെ കൂടെയുള്ള ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതേപോലെ വിത്ർ എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഒരു നിസ്കാരമാണ്. പ്രത്യേകിച്ച് ചില ആളുകൾ അത് വാജിബാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു സ്വതന്ത്രമായിട്ടുള്ള നിസ്കാരമാണ്. അപ്പൊ ആ മഗ്രിബ് നമസ്കാരത്തിന്റെ കൂടെ ആ 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെയാണ് എന്ത്, ആ പൂർത്തീകരണമാണ്, ആ വിത്റിന്റെ പൂർത്തീകരണമാണ് ആ വിത്റിന് ശേഷം നമസ്കരിക്കുന്ന 2 റക്അത്ത് എന്നുള്ളതാണ് ആരും വിശദീകരിക്കുന്നത്, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ വെച്ചാൽ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ പല ആളുകൾക്കും കിട്ടിയിട്ടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാരണം ആളുകൾക്ക് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ ഈ വിത്റിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, 4 റക്അത്ത് നിസ്കരിച്ചിട്ട് പോരും, 8 റക്അത്ത് നിസ്കരിച്ചിട്ട് പോരും, 10 നിസ്കരിച്ചിട്ട് പോരും. അപ്പൊ അത് അഫ്ദൽ അതല്ല എന്നുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞു. ഇനി നിസ്കരിക്കണമെങ്കിൽ എന്താണ്, അതിന് വിരോധമല്ല, അത് ജായിസാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില ആളുകളുണ്ട്, അവർക്ക് ഹദീസ് കിട്ടിയിട്ടില്ല. അതാരാ പറഞ്ഞത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ മസ്അല 122ാമത്തെ മസ്അലയായിട്ട് അദ്ദേഹം ഈ വിത്റിന് ശേഷമുള്ള 2 റക്അത്തിനെ പറ്റി ചർച്ച ചെയ്യാണ്. ആ ചർച്ചയിൽ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ലിമിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നു. പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ വന്നിട്ടുള്ള ഹദീസ് അദ്ദേഹം കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഹദീസ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, അക്സറുൽ ഫുഖഹായി, ഫുഖഹാക്കളിൽ അധിക പേരും മാ സമിഉ ബിഹാദിൽ ഹദീസ്, ഈ ഹദീസ് അവര് കേട്ടിട്ടില്ല. ഇബ്നു തൈമിയ്യ പറയാണ്, വലിഹാദാ യുൻകിറൂന ഹാദിഹി, അതുകൊണ്ടാണ് ഈ 2 റക്അത്തിനെ അവർ എതിർക്കുന്നത്. അഹ്മദ് വഗൈറുഹു സമിഉ ഹാദാ വഅറഫു സിഹതഹു. ഇമാം അഹ്മദ് ഹംബലിനെ പോലുള്ള ആളുകൾ ഈ ഹദീസ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ഹദീസിന്റെ സിഹത്തിനെ പറ്റി അവർ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവരത് ചെയ്യുന്നത് എന്നുള്ളൊരു ചർച്ചയാണ്. അതിന്റെ വിശദമായ ചർച്ചയിലേക്ക് ഈ സന്ദർഭത്തിൽ പോകണില്ല. അങ്ങനെ ഒരു ചർച്ച ആര് നടത്തുന്നുണ്ട്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നടത്തുന്നുണ്ട്. അപ്പോ അതിന് വിരോധമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ എന്താണ്, അങ്ങനെ 2 റക്അത്ത് വീതം നിസ്കരിക്കാവുന്നതാണ്. അയാൾ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, വിത്റാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണെന്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള അസറിൽ ഇതേ സംഭവം ഉദ്ധരിച്ചതായിട്ട് കാണാം. അദ്ദേഹം പറയണത്, അമാന ഫൈനി അനാമു അലാ ഫിറാഷി, ഞാൻ വിത്ർ നിസ്കരിച്ചതിന് ശേഷം ഞാൻ എന്റെ വിരിപ്പിൽ കടന്നുറങ്ങും. ഫൈനിസ്തൈഖുതു സ്വല്ലൈതു ശഫഅൻ ഹത്ത സ്വബാഹ, ഇനി ഞാൻ ഉണരുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, സുബഹ് വരേക്കും 2 ഷഫ്ആയിട്ട് ഇങ്ങനെ നിസ്കരിക്കും. ഇത് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഖ്നിയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറയണം, ഞാൻ ഈ രണ്ട് വീതം നിസ്കരിക്കാറുണ്ടായിരുന്നു. ആരാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നിട്ടുള്ള അസർ അത് സ്വഹീഹായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, വിത്ർ ഇങ്ങനെ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ മുസ്തഹ്നഫിൽ ഉദ്ധരിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയണം, മൻ ഔത്തറ അവ്വലല്ലൈലി, ഒരാള് രാത്രിയുടെ ആദ്യത്തിൽ ഒരാൾ വിത്റാക്കിയാൽ സുമ്മ ഖാമ, പിന്നീട് ആളെ എഴുന്നേറ്റു, ഫലുസല്ലി റക്അത്തൈനി, ആള് 2 വീതം നിസ്കരിക്കട്ടെ എന്ന് ഇബ്നു അബ്ബാസ്
പറഞ്ഞതായിട്ട് സ്വഹിയായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. അവിടെ വിത്തറാക്കാന് പാടില്ല. ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.